പ്രിയമുള്ളവരെ, നമ്മൾ ഈ പശ്ചിമേഷ്യയിലെ സംഭവവിഗതികൾ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തെന്ന് വെച്ചാൽ, ഇസ്രായേൽ പർപ്പസ്ഫുള്ളി സിറിയയിൽ ഒരു യുദ്ധമുഖം തുറന്നിട്ട് അവിടെ ലോകത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് നിർത്തിയിട്ട്, വാർത്താമാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്തിയിട്ട് ഗസയിൽ അതിരൂക്ഷമായ മനുഷ്യവേട്ട, വംശീയ ഉന്മൂലീകരണം തുടരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുതന്നെയാണ് സത്യവും. കാരണം സിറിയയും ഇസ്രായേലും തമ്മിലുള്ള സംഘടനം എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ട് അവിടേക്ക് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആവാഹിച്ചെടുത്തിട്ട് ഗസയിൽ നടത്തുന്ന നരനായാട്ട്, അത് ലോകം നിശബ്ദം നോക്കി നിൽക്കുന്നു, നിസ്സംഗമായി നോക്കി നിൽക്കുന്നു എന്നാണ് ഈ അവസരത്തിലെ ഏറ്റവും ദുഃഖകരമായ വാർത്ത. പ്രത്യേകിച്ചും ഇന്നും ഇന്നലെയുമായ 5 കുട്ടികൾ ഗസയിൽ കൊടും പട്ടിണി കൊണ്ട് മരിച്ചു എന്ന വാർത്ത ഹൃദയഭേദകം തന്നെയാണ്. ഒപ്പം 72 പേർ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന ആളുകൾക്ക് നേരെ ഇസ്രായേൽ വെടിയുതിർത്തു. 72 പേർ മരിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. വിശപ്പിനെ ഇസ്രായേൽ ആയുധമാക്കുന്നതിനെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുയരുന്നുണ്ടെങ്കിലും അത് ക്രിയാത്മകമായി ഇടപെടുന്നതിന് തടസ്സമുണ്ടാക്കുന്നു. ക്രിയാത്മകമായി ഒരു രാജ്യവും ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുന്നില്ല എന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇസ്രായേലിൻ്റെ കൊടും ക്രൂരത അത് ലിമിറ്റില്ലാതെ, അത് നിയന്ത്രണമില്ലാതെ, അതിരുകളില്ലാതെ തുടരുന്നു എന്നത് ലോകമാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അവരുടെ ശ്രദ്ധയൊക്കെ സിറിയയിലേക്ക് മാറിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ചില മാധ്യമങ്ങളിലൊക്കെ, ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ ഇതിന് ഒരു വിരോധാഭാസം. ഇസ്രായേൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഗസയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ച് ആക്രമിച്ചിരുന്നു. 3 പേർ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിറിയയിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ നൽകുന്ന ആഹാര വിതരണം, അതിനു നേരത്തെ തന്നെ ഗസയിലെ പോരാളി സംഘടനകളൊക്കെ മുന്നറിയിപ്പ് നൽകിയതെന്നാണ്. കാരണം ആ കേന്ദ്രങ്ങളിൽ ആഹാരം വാങ്ങിക്കുവാൻ എത്തുന്ന ആളുകളുടെയൊക്കെ വിവരങ്ങൾ, വിരലടയാളങ്ങളും ഫേസും ഒക്കെ ഇസ്രായേൽ ശേഖരിക്കുന്നു എന്ന രീതിയിൽ നേരത്തെ ഗസയിലെ പോരാളി സംഘടനകളൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അങ്ങനെ ആഹാരം വാങ്ങിക്കുവാൻ എത്തുന്നവരെ വിരലടയാളം രേഖപ്പെടുത്തുന്നു. അത് പിന്നീട് ഇസ്രായേൽ സൈന്യത്തിന് ഈ ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ കൈമാറുന്നു എന്നൊക്കെ ആരോപണമുണ്ടായിരുന്നില്ല. പക്ഷേ കൊടും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ ഗസയിലെ ആളുകൾ ഇപ്പോൾ അവർക്ക് എങ്ങനെയും ആഹാരം കിട്ടിയാൽ മതി. മിക്കപ്പോഴും അവർ തങ്ങൾ വെടിയുണ്ടകൾക്ക് ഇരയാകും എന്നറിയപ്പെട്ടുകൊണ്ട് തന്നെയാണ്, മനസ്സാൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ആഹാര കേന്ദ്രങ്ങളിലേക്ക്, ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ആഹാര വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ കരഞ്ഞു തളർന്ന അവരുടെ കുട്ടികളുടെ മുഖം, വിശപ്പ് കൊണ്ട് കരഞ്ഞു തളർന്ന കുട്ടികളുടെ മുഖം, അവരെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്താൻ നിർബന്ധിക്കപ്പെടുകയാണ്. അവിടെ ഇന്നലെയും 72ഓളം പേർ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മരിച്ചു എന്ന വാർത്ത വളരെ വേദനാജനകം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ ഒരു ആഹാര വിതരണവും പാടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക ഫലസ്തീൻ്റെ സഹോദര രാജ്യങ്ങളിലും അവിടെ എത്തിക്കുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ ഇസ്രായേൽ തടഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇസ്രായേൽ ഗസയിലോട്ടുള്ള ഗർഭസ്ഥാവസ്ഥയിൽ ഗർഭിണികൾക്ക് നൽകുന്ന മരുന്നുകളൊക്കെ നിയന്ത്രിച്ചിരുന്നു, അങ്ങോട്ട് കടന്നു വരാൻ അനുവദിക്കില്ലായിരുന്നു. അതായത് ഇസ്രായേൽ പർപ്പസ്ഫുള്ളി ലക്ഷ്യമാക്കുന്നത് ഒരു വംശീയ ഉന്മൂലീകരണം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ അവിടെ ഒരു പുതിയ തലമുറ വളർന്നു വന്ന് ഗസയുടെ ഉദാത്തമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഏറ്റെടുക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ അവിടെ കുട്ടികൾ ജനിക്കുന്നതിനോ അല്ലെങ്കിൽ ഗർഭിണികൾ ആ ഗർഭസ്ഥാവസ്ഥയിൽ തങ്ങളുടെ കുട്ടികളെ സംരക്ഷിച്ച് ആരോഗ്യപൂർണ്ണമായി പ്രസവിക്കുന്നതിനോ ഉള്ള എല്ലാ മാർഗങ്ങളും അടച്ചു കളയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നേരത്തെ ഇത്തരം ഗർഭാവസ്ഥയിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മരുന്നുകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ സമയങ്ങളിൽ ഗസയിലെ ഏക IVF കേന്ദ്രം ഇസ്രായേൽ സൈന്യം ബോംബാക്രമിച്ച് തകർത്തു എന്ന വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഭ്രൂണങ്ങൾ അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പർപ്പസ്ഫുള്ളി ഇസ്രായേൽ ഒരു വംശീയ ഉന്മൂലീകരണം ഗസയിൽ ലക്ഷ്യമാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ലോകം ക്രിയാത്മകമായി അവിടെ ഇടപെടുന്നതിൽ പരാജയപ്പെട്ടു നിൽക്കുന്നു എന്ന വാർത്ത കൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് റെഡ് ക്രോസ് പ്രവർത്തകരെ അവിടെ നിന്ന് ഓടിക്കുവാനുള്ള ശ്രമങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് വിസ നിഷേധിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത് പതിറ്റാണ്ടുകൾ ഒരു രാജ്യത്തെ, ഗസ എന്ന് പറയുന്ന ഒരു രാജ്യമല്ല, ഒരു തുരുത്താണ്. ആ തുരുത്തിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവിടുത്തെ ജനങ്ങളെ പതുക്കെ കൊന്നുകൊണ്ട് തങ്ങളുടെ സയനിസ്റ്റ് അടിമത്തം അവിടെ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായി ഇസ്രായേൽ നടത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ലോകത്തിൻ്റെ ശ്രദ്ധ വേറൊരു തലത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് എപ്പോഴും അത് ചെയ്യുന്നത്. ഇസ്രായേൽ ഒരു യുദ്ധ മുഖം തുറക്കുന്നു, അവിടേക്കാണ് ഇസ്രായേലിൻ്റെ എല്ലാ ശ്രദ്ധയും എന്ന് ലോകത്തെ ബോധിപ്പിക്കുന്നു. ആ സമയം കൊണ്ട് ഗസയെ
ഉന്മൂലീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. ഇപ്പോൾ അങ്ങനെ ഇസ്രായേൽ തുറന്നിരിക്കുന്ന ഒരു യുദ്ധമുഖമാണ് സിറിയ. സിറിയയിൽ ഇസ്രായേലിൻ്റെ സാന്നിധ്യം ആവശ്യമില്ലായിരുന്നു. കാരണം ഇസ്രായേൽ അവകാശപ്പെടുന്നത് തങ്ങൾ ട്രൂസ് വംശജരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സിറിയയിൽ പോരാടുന്നത്. പക്ഷേ ട്രൂസ് വംശജർ തന്നെ പറയുന്നുണ്ട് തങ്ങൾക്ക് ഇസ്രായേലിൻ്റെ സംരക്ഷണം ആവശ്യമില്ല, ഇത് സിറിയയുടെ ആഭ്യന്തര കാര്യമാണെന്ന്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് തങ്ങൾ ട്രൂസ് വംശജരെ സംരക്ഷിക്കും, അതിനുവേണ്ടിയാണ് സിറിയയിൽ ആക്രമണം നടത്തുന്നത് എന്നാണ്. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വാർത്താ മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധ ഇപ്പോൾ സിറിയയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ അവസരം വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഇസ്രായേൽ യൂസ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള എല്ലാ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും അവർ നിസ്സഹായരായി ഇത് നോക്കി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ അവസരത്തിൽ. എന്തായാലും ഫലസ്തീൻ്റെ വിമോചന പോരാട്ടം അത് പതിറ്റാണ്ടുകളായി തുടർന്നാണ്. അവരുടെ സഹനത്തിൽ ഊന്നിയുള്ള സമരമാണ്. ഞങ്ങൾ കോളേജ് ക്ലാസ്സിലുകളൊക്കെ പഠിക്കുമ്പോൾ ഈ ചീറിപ്പാഞ്ഞു വരുന്ന ഇസ്രായേലിൻ്റെ പീരങ്കികൾക്ക് മുന്നിൽ അവർ ഈ കല്ലിൽ കവണ തൊടുത്ത് പ്രതിരോധിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. കാരണം അത്രമേൽ ചെറുതായിരുന്നു ഫലസ്തീൻ്റെ പോരാട്ടം. അന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇറാനില്ലായിരുന്നു. ചുറ്റുമുള്ള അവരുടെ അറബ് സഹോദര രാജ്യങ്ങൾ സാമ്പത്തികമായി വികസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പോരാട്ടങ്ങൾക്ക് പുതിയ മുഖങ്ങൾ കൈവന്നു. ഇന്ന് അവർ ഇസ്രായേലുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാവുന്ന ഒരു രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. പക്ഷേ എങ്കിലും അവരുടെ സ്വാതന്ത്ര്യം അതിങ്ങനെ വിദൂരമായി പോകുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ലോകത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഈ രംഗങ്ങളിൽ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.